നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ടർക്കി ബാർബിക്യൂ ആണ്. അപ്പോൾ നമ്മളൊരു 5 കിലോ വരുന്ന ഒരു ടർക്കിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മാരിനേഷൻ ഫസ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ മാരിനേഷൻ പോകുന്നത് 2 റൗണ്ടായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് മാരിനേഷന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലെമണിൻ്റെ ജ്യൂസ്. അപ്പം നമ്മളിത് നാട്ടിലെ പോലെയല്ല, ഇച്ചിരി വലിയ ലെമണാണ്. 2 ലെമണിൻ്റെ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ഫുൾ വെളുത്തുള്ളി, ഒരു ആവശ്യത്തിന് ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ നമ്മൾ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് മാരിനേഷന് വേണ്ട ഐറ്റംസ്. പിന്നെ നമുക്ക് സെക്കൻഡ് റൗണ്ട് മാരിനേഷന് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ മല്ലിച്ചപ്പ്. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട് മാരിനേഷന് വേണ്ട ഐറ്റംസ്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് മാരിനേഷൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ലെമൺ ജ്യൂസ് മാറ്റി വെച്ചിരുന്നത് ലെമൺ ജ്യൂസ് ബൗളിലോട്ട് ഒഴിക്കുക. അതിനുശേഷം തൈര് നമ്മൾ 1 കപ്പ് എടുത്ത് വെച്ചിരുന്നത് തൈര് ഒഴിക്കുക. പിന്നെ ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിരുന്നത് അത് ആഡ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് റബ്ബ് തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മളിത് ടർക്കിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 1 അവർ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർക്കിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ മാക്സിമം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ടർക്കിനെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ആവശ്യത്തിന് റബ്ബ്, നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബ് ഒഴിച്ചു കൊടുക്കാം. മെയിനായിട്ട് ബ്രസ്റ്റിൻ്റെ അവിടെയാണ് ഇതിൻ്റെ ഇറച്ചി കൂടുതൽ ഭാഗത്ത്. നമ്മളപ്പോൾ ഫസ്റ്റ് റൗണ്ട് മാരിനേഷൻ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 1 അവർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ട് മാരിനേഷനിലേക്ക് കിടക്കാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് മാരിനേഷന് വേണ്ടി നമ്മൾ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം ഇനി ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ആ കുത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി പൊടികൾ വറുത്തെടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ മല്ലിപ്പൊടി ഇടാം. അടുത്ത് മഞ്ഞൾപ്പൊടി, നെക്സ്റ്റ് മുളക് പൊടി ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പൊടി ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗരം മസാല എടുത്ത് വെച്ചിരുന്നത് ആ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി മല്ലിയില ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ആ ടർക്കി മാരിനേറ്റ് ഫസ്റ്റ് റൗണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെറുതായിട്ട് സ്റ്റോക്ക് പോലെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അടിയാനുള്ള അത്രയും വെള്ളം മതി. ശേഷം ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മളിനി പൊടിയും മല്ലി അടിച്ചു വെച്ചതും മിക്സ് ചെയ്യാണ്. ഒരു ബൗളിലോട്ട് നമ്മൾ പൊടികൾ മാറ്റാം. മല്ലി ചെയ്ത് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളത് വെള്ളം ഉപയോഗിക്കേണ്ട. നമുക്ക് ടർക്കി നമ്മൾ ഫസ്റ്റ് റൗണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ സ്റ്റോക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചിക്കനിലേക്ക് നൈസായിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ ആ തൊലിയുടെ അകത്തൊക്കെ പരട്ടി കൊടുക്കുക. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇറച്ചിയുടെ അകത്തേക്ക് മസാല കയറത്തില്ല. ഇപ്പോൾ നമ്മുടെ മാരിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ മെയിൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മളിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ട. അപ്പോൾ ഇതിനിപ്പോൾ നമ്മളൊരു 12 hours നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുകയാണ് 12 hours.
മിനിമം ഒരു 6 hours എങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ ടർക്കി 12 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സ്റ്റഫിങ് ചെയ്യാൻ പോകും ടർക്കിയുടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബട്ടർ വെച്ചിട്ട് നമ്മൾ ഈ ടർക്കി ഇറച്ചി അധികം ഉള്ളതുകൊണ്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഡ്രൈ ആയി പോകും. അപ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ യൂസ് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്യാം. ഞാൻ ബട്ടർ യൂസ് ചെയ്ത് സ്റ്റഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബട്ടർ ഫ്രിഡ്ജിലായിരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഓവനിൽ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിരുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെയാവും. ഇതേപോലെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് പാനിലിട്ടാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ബൗളാക്കി എടുത്തിട്ട് ഇതിൻ്റെ സ്കിന്നിൻ്റെ അടിഭാഗത്തായിട്ട് കയറ്റി കൊടുക്കാം. ജസ്റ്റ് ഈ സ്കിന്നൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അമക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടർ നല്ല സ്മൂത്തായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് പുറം ഭാഗത്തെ സ്കിന്നിൻ്റെ അവിടെ നമ്മൾ ബട്ടർ വെച്ചിട്ടുള്ള കോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് ഓനിയൻസും നമ്മുടെ കയ്യിൽ കുറച്ച് ലെമണും കുറച്ച് മല്ലിയിലും ഇച്ചിരി ഇഞ്ചിയും ഉണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റഫ് ചെയ്യാൻ പോകുന്നു. ആദ്യം നമ്മൾ ലെമൺ ജസ്റ്റ് ഉള്ളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓനിയൻസ് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ജസ്റ്റ് ഞാൻ മല്ലിയില ജസ്റ്റ് ഒന്ന് പൊടിക്കൊന്ന് കഴിഞ്ഞിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റഫിങ് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഇതിൻ്റെ വിങ്സ് വിടർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറകോട്ട് തിരിച്ചാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേനും അതങ്ങ് വിടർന്നു പോകും. ഫൈനൽ ലെഗ്സ് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്കിന്നിൻ്റെ ബാക്ക് ഭാഗത്ത് സ്കിന്നുണ്ടാവും. അതിൻ്റെ അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ലെഗ് ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റഫിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കണം വേണ്ട. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യേണ്ടത് 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 360 ഫാരൻഹീറ്റിലിട്ടിട്ട് ഓവൻ ഒരു 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെന്തോരം നേരം ടർക്കി ഓവനിൽ ബേക്ക് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു 1/2 കിലോയ്ക്ക് 1 kg അരമണിക്കൂർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇതൊരു 5 കിലോ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു 2.5 മണിക്കൂർ ബേക്ക് ചെയ്യണം. നമ്മളൊരു അലുമിനിയം ഫോയിൽ ട്രെയിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ ടർക്കീനെ അതിനകത്തേക്ക് മാറ്റാം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ ടർക്കിയുടെ പുറം ഭാഗം ഒരു ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യാം. ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്കിന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു നമ്മൾ ഓവനിൽ നിന്ന് എടുക്കണേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പ് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. ഇത് ഡ്രൈ ആവത്തില്ല നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ട്. ഇതിപ്പോൾ നമ്മളിത് ഓവനിലോട്ട് കയറ്റണം. നമ്മുടെ ടർക്കി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കിംഗ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇതിനൊരു 2 മണിക്കൂർ കൂൾ ചെയ്യാനായിട്ട് വെക്കണം. എന്നാലാണ് അതിൻ്റെ ആ ജ്യൂസസ് ഒക്കെ ഇറങ്ങിയിട്ട് നല്ല
ടേസ്റ്റും നല്ല ജ്യൂസി ആയിട്ട് വരുള്ളൂ. നമുക്ക് ആ ഒരു ഫ്ലേവർ എല്ലാം കറക്റ്റായിട്ട് പിടിക്കുന്ന ചൂടൊക്കെ പോയി പിന്നെ ഉള്ളൊക്കെ ഒന്ന് വേവാനായിട്ട് 2 മണിക്കൂർ നമ്മൾ എന്തായാലും മിനിമം വെക്കണം. നമ്മൾ വെക്കുമ്പോൾ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ജസ്റ്റ് അതിനെ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ചൂട് അതിനകത്ത് ഹീറ്റ് അതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ ആ ഒരു ഹീറ്റ് കൊണ്ട് ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ആ ജ്യൂസൊക്കെ കറക്റ്റ് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും. സോ ഫൈനലി അങ്ങനെ നമ്മുടെ ടർക്കി കോഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കൂൾ ഡൗൺ ചെയ്യാൻ വെച്ചു. ഇപ്പോൾ ഫൈനലായിട്ട് കൂൾ ഡൗൺ ഒക്കെ ചെയ്ത് നല്ല ജ്യൂസി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് സാധാരണ ടർക്കി കോഴി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലായിരിക്കും ചെയ്യുക. ഒരു ഹണി സ്വീറ്റ് ആയിട്ടായിരിക്കും ചെയ്യേണ്ടത്. നമ്മളിത് വെറൈറ്റി ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ആൽഫഹാം സ്റ്റൈലിൽ ഇച്ചിരി സ്പൈസി ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തേക്കണം. നമ്മളൊരു സൈഡ് സോസും അതേപോലെ തന്നെ ഒരു സാലഡും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻറ്റ്സോ എന്തെങ്കിലും കമൻറ്റ്സിൽ ആഡ് ചെയ്യുക. നമ്മളതിന് റിപ്ലൈ എന്താണ്. സോ എല്ലാവർക്കും മലബാർ കിച്ചൻ്റെ വക ഹാപ്പി ഈസ്റ്റർ.